സംസാരിക്കുകയും വരുവാണോ നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങളെ അറിയിക്കുന്നത് കൊണ്ട് അവൻ എന്നെ മഹത്വപ്പെടുത്തുമെന്ന് പരിശുദ്ധാത്മാവ് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുമെന്ന് അപ്പോസ്തലന്മാരിൽ കൂടെ പറഞ്ഞത് മനസ്സിലാണല്ലോ. അപ്പൊ ഇത് എല്ലാം ഇങ്ങനെ ഒരു സ്തോത്രം ചെയിൻ പോലെ കിടക്കുകയാണ്. പിതാവ് തന്ന വചനം പുത്രന് കൊടുത്തു. പിതാവേ, നിന്റെ വചനം സത്യമാണെന്ന് യേശു കർത്താവ് പറയുന്നുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ. ആ വചനം പിതാവ് പുത്രന് കൊടുത്തു. ആ വചനം പുത്രൻ എന്ത് ചെയ്ത്? പുത്രൻ അവരെ പഠിപ്പിച്ചു, അവരോട് പറഞ്ഞു കൊടുത്തു. പരിശുദ്ധാത്മാവ് വന്നപ്പോഴും ആ വചനത്തിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം പരിശുദ്ധാത്മാവ്. ഇതാണ് കൃത്യം. ഇത് പിതാവുമായിട്ട് ബന്ധമില്ല, പുത്രനുമായിട്ട് ബന്ധമില്ല, പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമില്ല, അപ്പോസ്തലന്മാരുമായിട്ട് ബന്ധമില്ലാത്ത നിലയിൽ ഇന്ന് ശുശ്രൂഷിച്ചുകൊണ്ട് പോകുന്ന ശുശ്രൂഷന്മാര് എങ്ങോട്ടാണ് പോകുന്നത്? ആരെങ്കിലുമായിട്ട് ബന്ധം വേണ്ടേ? നമുക്ക് ഏറ്റവും നമുക്ക് ബന്ധം വേണ്ടത് അപ്പോസ്തലന്മാരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ മാത്രമേ കർത്താവായ യേശു ക്രിസ്തുവായിട്ട് ബന്ധമുള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ മാത്രമേ പിതാവുമായിട്ട് ബന്ധമുള്ളൂ. പറഞ്ഞ വ്യവസായം ഇവിടെ എല്ലാം പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവരോട് ആരുമായിട്ടും ബന്ധമില്ല. ഇവർ പറഞ്ഞതൊന്നും നമ്മൾ അനുസരിക്കാതെ നമുക്ക് സ്വയമായിട്ട് വരുന്ന ആ ഉപദേശവും ആ ആലോചനകളും ആര് തരുന്നതാണ്? അത് ആകാശ മണ്ഡലങ്ങളിൽ ഇരിക്കുന്നവൻ തരുന്നതല്ലേ? ആകാശ മണ്ഡലങ്ങളിൽ ഇരുന്ന് ഈ രാജ്യം മുഴുവൻ ലോകം മുഴുവൻ ഭരിക്കുന്നവനല്ലേ തരുന്നത്? ആ ആത്മാവിലാണ് ഇന്നത്തെ സഭകളുടെ പോക്ക്. അത് മനസ്സിലാക്കണം. നമുക്ക് ഇനി അനേക വചനങ്ങളുണ്ട്. നമുക്ക് ഒന്നുകൂടെ വായിക്കാം. സ്തോത്രം 2 കൊരിന്തി 4-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യം വായിക്കാം. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരെയും മനസ്സാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. എന്നാൽ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്ര മറഞ്ഞിരിക്കുന്നു. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്ക് അത്ര മറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ സുവിശേഷം എന്ന് പറയുന്നത് സഭക്കെഴുതിയ ലേഖനത്തിലാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ സഭക്കെഴുതിയ ലേഖനം ആർക്കുള്ളതാണ്? സഭയ്ക്കുള്ളതാണ്. അപ്പൊ സഭയിലുള്ള വിശ്വാസികളോടാണ് പറയുന്നത്, ഞങ്ങളുടെ ഈ സുവിശേഷം, അതായത് സുവിശേഷത്തിന്റെ 2-ാം ഭാഗം ലേഖനങ്ങൾ, കട്ടിയായ ആകാരം, ഇത് ഇന്നത്തെ പെന്തക്കോസ്ത് സഭകൾക്ക് മറഞ്ഞിരിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊള്ളുക, അത് നശിച്ചു പോകുന്നവർക്കാണ് മറഞ്ഞിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ലേഖനങ്ങളും ഈ സുവിശേഷ ഭാഗങ്ങളൊക്കെ നമ്മൾ വിട്ടേച്ചും നമുക്ക് സങ്കീർത്തനം വായിച്ച അല്ലെങ്കിൽ പഴയ നിയമത്തില്ല സ്തോത്രം കാര്യങ്ങളെല്ലാം നമുക്ക് പഠിപ്പിച്ച് സഭകളിൽ ഇരുത്തി പഠിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിതാവിന്റെ ഉപദേശമല്ല, ഇത് പുത്രന്റെ ഉപദേശമല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ ഉപദേശമല്ല.